ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലെ കുറച്ച് ടെൻഷനും മിനിഞ്ഞാന്നൊരു സ്വപ്നത്തെ തുടർന്ന് മാനസികമായിട്ട് വിഷമമായിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നം കണ്ടിട്ട് വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ല, ഗ്യാസാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം മാനസികമായിട്ട് കുറച്ചധികം വിഷമവും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം മാറി. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് റെസിപ്പി ആഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു ഇന്ന്. പിന്നെ ഇന്ന് 2 ദിവസം മുമ്പ് എനിക്കൊരു ബോക്സ്, മേക്കപ്പിൻ്റെ ബോക്സ് എനിക്ക് ഒരു ഇൻസ്റ്റാൾ പേജിൽ നിന്ന് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർ വ്ളോഗിൽ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉൾപ്പെടുത്തുകയാണ്. എൻ്റെ കട്ട ഫ്രണ്ട്സാണ് ജാസ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ജാസ്മിക്കും ഷക്കീർക്കാക്കും 1000 വെഡ്ഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. അതോടൊപ്പം അവരുടെ ലൈഫിൽ അങ്ങോളം അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവാനുള്ള എല്ലാ രീതിയിലുള്ള ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് വിഷസ് അവരോട് അറിയിക്കുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവർ കേക്ക് മുറിക്കുന്ന ഒരു ചെറിയ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാസ്മിക്കും ഷക്കീർക്കാക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പിന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മാനസികമായിട്ട് വിഷമമായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി, ഗ്യാസിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറി. അപ്പോൾ ഇതുകൊണ്ട് കുക്കിംഗ് ഒന്നുമില്ല, ചെറിയ ചെറിയ അല്ലറ ചില്ലറ വീഡിയോകളുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് ഒരു മേക്കപ്പ് സെറ്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾ പേജിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവർ ഇന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, സെലീന വ്ളോഗറല്ലേ, അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഞങ്ങൾ തന്ന ബോക്സ് ഒന്ന് അതിൽ ഉൾപ്പെടുത്താമെങ്കിൽ അവർ പിന്നെയും ഗിഫ്റ്റുകളൊക്കെ അയക്കും, അങ്ങനെയാണെന്നൊക്കെ അവർ ഉൾപ്പെടുത്താൻ പറഞ്ഞു. എന്ത് കാര്യത്തിനും ഒരു പരസ്യങ്ങളൊക്കെ അവർ പറയുമല്ലോ. അപ്പോൾ ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എനിക്ക് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്, പെർഫ്യൂം, ലഞ്ച് ബോക്സ്, അവരൊക്കെ അയച്ചു തന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അലോൺ. എന്തായാലും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇൻസ്റ്റാൾ പേജിൽ നിന്ന് ഷെരീഫ മാഡം അയച്ചു തന്നതിൻ്റെ കൂടെ 3 സാരി ഉണ്ടായിരുന്നു. അതെനിക്ക് പറയാനും അത് ഉൾപ്പെടുത്താനും കഴിഞ്ഞില്ല. അതിന് സോറി. 3 സാരിയാണ് അത്. ഇപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചപ്പോൾ കാഞ്ചീപുരം പട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതെ, ബോക്സൊക്കെ ഞാൻ ഇത് ഉൾപ്പെടുത്താനാണ് അവരെന്നോട് പറഞ്ഞേക്കുന്നത്. ഇത് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ, ഇന്ന് വ്ളോഗിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അവർ വലിയൊരു ബോക്സ് അയച്ചു തരാമെന്ന് പറഞ്ഞേക്കുവാണ്. ഇത് തന്നെ ഒരുപാടുണ്ട്, നല്ല വലിയ ബോക്സാണ്, നിറച്ച ഐറ്റമാണ് വന്നിരിക്കുന്നത്. ഇപ്പം എന്തായാലും എനിക്ക് ഒരുപാട് താങ്ക്സ്, ആ മാഡത്തിനോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ അവർ ഇത് വ്ളോഗിൽ കണ്ടതിന് ശേഷം ഒരു വ്ളോഗിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ അയച്ചായിരുന്നു. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അവർ എനിക്ക് അടുത്ത ബോക്സാണോ എന്തോ വലിയൊരു ഐറ്റം അയച്ചു തരാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഇത് നല്ല ക്രീമാണ്, മുഖത്തിന് നല്ല ഒരു എന്താ പറയണത്, നമ്മുടെ മുഖത്ത് ഫേസിലിട്ടപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഹൈലൈറ്ററും മസ്കാരയും എഴുതിയപ്പോഴും കണ്ണിന് ഒരു എന്താ, ഞാൻ ഇതാണ് ഈ ക്രീമാണ് ഇന്ന് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പേര് നീ നോക്കിക്കോ, ഇത് കണ്ടോ, ഗോൾഡനാ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ അതിനകത്ത് ഇന്ന് ഞാൻ ആഡ് ചെയ്തു. ഇത് യൂസ് ചെയ്തു, ഈ ക്രീം യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്ത സംഭവമൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത് യൂസ് ചെയ്തില്ല കേട്ടോ. ഇത് എനിക്കറിയില്ല, ഇതെങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. ഇത് യൂസ് ചെയ്തു. ഇത്
നമ്മുടെ ദേഹത്ത് തേക്കുന്ന ഒരു ബോഡി സ്മെല്ലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ബോഡി ലോഷനൊക്കെ ഉപയോഗിക്കില്ല, അതുപോലത്തെ ഒരു ഐറ്റമാണിത്. ഇത് അടിപൊളിയാട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇത് ലിപ്ലോയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഇതും അതെ കേട്ടോ, ഇതും അതെ ലിപ്ലോയാണ്. ഇതും ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രധാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഒരുപാട് താങ്ക്സ് അലോൺ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് എനിക്കൊരു കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല. അവർ നമുക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്. അവരോട് പിന്നെ ഞാൻ കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാൻ ഇല്ല. കാരണം അവരാണ് നമ്മളുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും വ്യൂവേഴ്സ് കാണുന്നതും എത്ര ആളുകൾ കാണുന്നു, ഇതൊക്കെയാണ് ഒരു വ്ളോഗറിന് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ, അവർ ഉയരങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിരുന്നു, ഏത് വീഡിയോയ്ക്കാണ് 1K ആയതെന്ന്. ആ വീഡിയോ ഇപ്പോൾ 2Kയിലും കൂടുതലായി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടാനാണോ എന്ന് ചോദിച്ചു. ഒരിക്കലും അല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ ഇഷ്ടമല്ലാത്തവരോട് എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മണിയൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ 2 പേരെന്നോട് മണിയനെ എന്താ ഉൾപ്പെടുത്താത്തതെന്ന് ചോദിക്കുന്നുണ്ട്. കിച്ചു മണിയൻ, അവൻ്റെ പേര് കിച്ചു മണിയൻ എന്നാണ്. അപ്പോൾ 2 മണിയനെ വളർത്തിയിട്ട് 2 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, പൂച്ച കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് 3ാമത് വളർത്തണ മണിയൻ്റെ പേര് കിച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റവരുടെ ഓർമ്മയ്ക്കാണ് കിച്ചു മണിയാന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ കിച്ചു മണിയൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വിനയത്തോടെ ഞാൻ പറയുക, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത്. അതുപോലെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ അതുപോലെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ടച്ച് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.